everyone, Appleby അക്കാഡമിയുടെ പേപ്പർ 1ന്റെ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ UGC നെറ്റ് ഡിസംബർ 2024 എക്സാമിന് വേണ്ടി വളരെ കാര്യമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്ന കുറച്ച് വീഡിയോസ് ആയിരിക്കും ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക. സോ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ ഈ സെഷനിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ 1ന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാരത്തൺ വീഡിയോ. സോ നിങ്ങൾക്ക് അതിനകത്ത് മേജർലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിനെ ഇപ്പോൾ UGC നെറ്റ് പേപ്പർ 1ന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് പഠിച്ചിരിക്കേണ്ടത്, പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കോർ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു മാരത്തൺ വീഡിയോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി അത് കണ്ടിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇനി ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ആ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ആ മാരത്തൺ വീഡിയോയ്ക്ക് ശേഷം പിന്നീട് വന്ന എക്സാമുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പെർട്ടിക്കുലർ എക്സാംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇപ്പോൾ നമ്മൾ കോർ ആയിട്ടുള്ള ചില ഏരിയാസ് മാരത്തൺ വീഡിയോയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിനോടൊപ്പം ചേർത്ത് നിർത്തി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സെഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതും അല്ലെങ്കിൽ ആ സീരീസിൻ്റെ ഭാഗമായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ കുറിച്ച് ഒരു മൊത്തത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാരത്തൺ വീഡിയോയും അതോടൊപ്പം തന്നെ ആ ഒരു അപ്ഡേറ്റഡ് അനാലിസിസ് വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം എന്നുള്ളത് പറയാം. സോ ഓൾറെഡി ഇവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സീരീസിൽ നമ്മൾ NTA UGC നെറ്റ് ജൂൺ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സീരീസിൽ നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഓരോ മൊഡ്യൂളിലെയും 10 ചോദ്യങ്ങൾ നമ്മൾ എടുക്കും. ആൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം NTA UGC നെറ്റ് ജൂൺ 2024 എക്സാം. ഓക്കെ, സോ ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് റീസെൻറ്റ് എക്സാംസിൽ അവർ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസിനോട് അല്ലെങ്കിൽ ആ പാറ്റേൺസിനോടൊരു ഫെമിലിയാരിറ്റിയാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാരത്തൺ വീഡിയോയിലും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് വീഡിയോയിലൊക്കെ കവർ ചെയ്ത് പോയിട്ടുള്ള ചില ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടാവും. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ചില കോൺസെപ്റ്റുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾ മാരത്തൺ വീഡിയോയും അപ്ഡേറ്റഡ് വീഡിയോ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ സീരീസ്. ഇനി ആരെങ്കിലും അതൊന്നും കണ്ടിട്ടില്ലാത്തവരായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മാരത്തൺ വീഡിയോയും അപ്ഡേറ്റഡ് വീഡിയോ സീരീസും നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. സോ അതോടെ കണ്ടിട്ട് ഈ സീരീസ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവയർനെസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻസ് ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. So this is your first question. The transfer of learning from one situation to another situation that is conscious and effortful is known as, and we have the options near transfer, high road transfer, low road transfer and far transfer. So നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റഡ് വീഡിയോ സീരീസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നു. എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തെ ആ പഠിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പഠിച്ച സ്കില്ല് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ആ സിറ്റുവേഷനിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു സിറ്റുവേഷനിലേക്ക് ആ ഒരു സ്കില്ലിനെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമുക്ക് ലഭിച്ച നോളജിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
പല തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഹൈ റൂട്ട് ട്രാൻസ്ഫർ, ലോ റൂട്ട് ട്രാൻസ്ഫർ, നിയർ ട്രാൻസ്ഫർ, ഫാർ ട്രാൻസ്ഫർ, പ്രൊആക്റ്റീവ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ വി ഹാവ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ പഠിച്ച സിറ്റുവേഷനിൽ നിന്ന് അതിനെ മറ്റൊരു സാഹചര്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോ സീരീസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഏരിയ കവർ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൈമറിലി നമ്മൾ എന്തറിയണം? കുറഞ്ഞ പക്ഷം ഈ 4 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 4 ട്രാൻസ്ഫർ ഓഫ് ലേണിംഗും എന്താണെന്നുള്ളതെങ്കിലും ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അറിയുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ അത്ര പാടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു നോ ദീസ് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ്. ഇനി ആരെങ്കിലും അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഈ 4 ടൈപ്സ് പറയാം. ഇതിലധികം ട്രാൻസ്ഫേഴ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദ വീഡിയോ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡൺ കേട്ടോ. അപ്ഡേറ്റഡ് വീഡിയോ സീരീസ് നോക്കിയാൽ ഇതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഓൾ ദ 4 ഓപ്ഷൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ യൂഷ്വൽ കേസിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്താ? വി ജസ്റ്റ് ഫോക്കസ് ഓൺ ദി ക്വസ്റ്റ്യൻ ആൻഡ് ഓൺ ദി ആൻസർ. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ഫുൾ ആൻസർ കീ നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് ബാക്കിൽ പോയി അതിൻ്റെ റൈറ്റ് ആൻസർ ഏതാന്ന് നോക്കും, അത് പഠിക്കും. അപ്പം ഈ ഒരു പാറ്റേൺ നമുക്ക് ഹെൽപ്ഫുൾ ആവും. എവിടെ? നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പം ജനറലി നെറ്റ് എക്സാമിൽ പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പാറ്റേൺ അല്ല നമ്മൾ കാണുക. സെയിം കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ടാണ് നമുക്ക് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞ കുറേ ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദ പ്രോബ്ലം ഇസ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വെൻ യു ആർ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഓൾ ദ 4 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 4 ഓപ്ഷൻസിനെ കുറിച്ചും നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവണം. ബിക്കോസ് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നാളെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത. ഓക്കെ, അത് മാത്രമല്ല ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ ഈ എൻറ്റയർ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ കീറി മുറിച്ച് അത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിനോടുള്ള നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് ആവുക. എങ്ങനെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്താ, അതിനോട് എത്രമാത്രം നമ്മൾ ഫെമിലിയാരിറ്റി ഉള്ളവരാകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എത്ര വേഗം നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താനായിട്ടും സാധിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയത് കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ആണ്. ഹൈ റൂട്ട് ട്രാൻസ്ഫർ, ലോ റൂട്ട് ട്രാൻസ്ഫർ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന 2 ടൈപ്സ് ആണ്. അപ്പോൾ ഈ ഹൈ റൂട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യത്തെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് ആവശ്യാനുസരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. സോ ഹൈ റൂട്ട് ട്രാൻസ്ഫറിൽ ഈ ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടാണ് നടക്കുക. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി അറിയുന്ന ഒരു കാര്യത്തെ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹൈ റൂട്ട് ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഇപ്പം നമ്മളൊരു പുതുതായിട്ടൊരു ലാംഗ്വേജ് പഠിച്ചു, ആ ലാംഗ്വേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അത്ര വലിയ പ്രൊഫഷൻസ് ഒന്നും അല്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ലാംഗ്വേജ് പഠിച്ചിട്ടൊരു സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുക. അത് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ എന്താണ്? നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും അല്ലേ? എന്ത് പറയണം നമ്മൾ ആലോചിക്കും, അതിന് എന്ത് വാക്ക് കൊടുക്കാം, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഒരു സ്കില്ലിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു സ്കില്ല് പഠിച്ചു തുടങ്ങി, നിങ്ങൾ അതിനകത്ത് അത്ര നല്ല വെൽവേഴ്സ്ഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ്, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാനെങ്കിൽ പ്രൊഫഷൻസി ഒന്നും നമുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കില്ല. ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങളിങ്ങനെ കോൺഷ്യസ് ആവും, ഇത് കഴിഞ്ഞ് ഇത്, അത് കഴിഞ്ഞ് ഇത് എന്ന് പറഞ്ഞ് വളരെ കോൺഷ്യസ്ലി ആയിരിക്കും നിങ്ങളത് ചെയ്യുക. അപ്പോൾ അതിനെയാണ് ഹൈ റൂട്ട് ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഇനി ലോ റൂട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് അക്കേഴ്സ് വെൻ വെൽ എസ്റ്റാബ്ലിഷ് സ്കിൽസ് ട്രാൻസ്ഫർ സ്പോണ്ടേനിയസ്ലി ഈവൻ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ലോ റൂട്ട് ട്രാൻസ്ഫറിൽ എന്താ സംഭവിക്കുന്നത്? ലോ റൂട്ട് ട്രാൻസ്ഫറിൽ ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മദർ ടങ്, നമ്മളുടെ ഭാഷ, മാതൃഭാഷ അല്ലേ, ആ മാതൃഭാഷ നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജ് നമ്മൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. നാളെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോവലോ ഒക്കെ കൊണ്ട് തന്നിട്ട് ഇതൊന്ന് വായിക്കും, നമ്മുടെ ലാംഗ്വേജിൽ തന്നെയുള്ളതാണെങ്കിൽ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഇത് വായിക്കാൻ കഴിയും. കാരണം എന്താ?
അതിനകത്ത് വലിയ കോൺഷ്യസ്നെസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അത്രയും നന്നായിട്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്കറിയാം. അതുകൊണ്ടൊരു കോണ്ടെക്സ്റ്റിൽ നമ്മളോടൊരു കാര്യം വായിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും അല്ലേ. അപ്പോൾ അതിനെയാണ് ലോ റൂട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് സ്കില്ലിലും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വളരെ നന്നായി അറിയുന്ന വളരെ നിങ്ങൾ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്കില്ലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അത് ചെയ്യാൻ. നമ്മളതിനകത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. സോ നമ്മൾ വളരെ കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഹൈ റോഡ് എന്ന് പറയുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദീസ് ടേംസ്. കോൺഷ്യസ്, ഡെലിബറേറ്റ്, മൈൻഡ്ഫുൾ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താ ഓർക്കേണ്ടത്, സ്പോണ്ടേനിയസ്, ഓട്ടോമാറ്റിക്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഓർക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെൻ യു ആർ ഡൂയിങ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കീ ടേംസ് അല്ലെങ്കിൽ കീ വേർഡ്സ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് അഫ്കോഴ്സ് പഠിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ ഒരു കീ ഐഡിയ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കീ ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയം എന്താണെന്ന് ഒന്നോ രണ്ടോ വാക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കീ ടേംസ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ആ കീ ടേംസ് ആയിരിക്കും ആൻസറിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ റോഡ് ആണെങ്കിൽ കോൺഷ്യസ്, ഡെലിബറേറ്റ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ ആവശ്യമാണ്. ലോ റോഡ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആൻഡ് ഓട്ടോമാറ്റിക്. ഇനി നിയർ ആൻഡ് ഫാർ ട്രാൻസ്ഫർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാം. പഠിച്ച ആളുകൾ ഇതിനെ ഒരു റിവിഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിയർ ട്രാൻസ്ഫർ, ഫാർ ട്രാൻസ്ഫർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ച സിറ്റുവേഷനും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനും തമ്മിലുള്ള സിമിലാരിറ്റി, ഡിഗ്രി ഓഫ് സിമിലാരിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ട്രാൻസ്ഫർ ആയത് അല്ലേ. അപ്പോൾ നിയർ ട്രാൻസ്ഫർ ഉണ്ട്, ഫാർ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്കില്ല് പഠിച്ച ഒരു സിറ്റുവേഷനും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനും തമ്മിൽ വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ സിമിലർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നിയർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. It occurs when many elements overlap between the conditions in which the learner obtained the knowledge or skill and the new situation. നിങ്ങൾ ഈ സ്കില്ല് പഠിച്ച സിറ്റുവേഷനും ഈ പുതിയ സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പിംഗ് ആണ് എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പിംഗ് പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ കീബോർഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടർ കീബോർഡിൽ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അത് പോസിബിൾ ആവുന്നത്? ആ ഒരു ട്രാൻസ്ഫർ വളരെ ഈസിലി നമുക്ക് ചെയ്യാം. കാരണം ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിയർ ട്രാൻസ്ഫറിൽ എന്താ സംഭവിക്കുന്നത്? ഈ എലമെൻറ്റ്സ് ഓവർലാപ്പ് ചെയ്യുക. നിങ്ങൾ പഠിച്ച സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസും സിമിലർ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. നെക്സ്റ്റ് വി ഹാവ് ഫാർ ട്രാൻസ്ഫർ. ഫാർ ട്രാൻസ്ഫറിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ സ്കില്ല് പഠിച്ച സിറ്റുവേഷനും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനും തമ്മിൽ എന്താ ഡിഫറൻസ് ഉണ്ട്. വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. സോ ഇറ്റ് അക്കേഴ്സ് വെൻ ദ ന്യൂ സിറ്റുവേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ വിച്ച് ലേണിംഗ് അക്കേർഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ തിയറിറ്റിക്കലി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ അതിനകത്ത് നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ ആ ഒരു തിയറിറ്റിക്കലി നമ്മൾ പഠിച്ചൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. സോ ദാറ്റ് ഈസ് ഫാർ ട്രാൻസ്ഫർ. നമ്മളൊരു കാര്യം പഠിച്ച സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, the transfer of learning from one situation to another situation that is conscious and effortful. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ത് കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ജസ്റ്റ് ഫോക്കസ് ഓൺ ദ കീ ഐഡിയാസ്. നിങ്ങളവിടെ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ആ കീ കോൺസെപ്റ്റ് എന്തെന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കോൺഷ്യസ് അല്ലെങ്കിൽ എഫേർട്ട്ഫുൾ എന്നുള്ള ടേംസ് ഒക്കെ, അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട്, മൈൻഡ്ഫുൾ ആയിട്ട് എന്നൊക്കെയുള്ള ടേംസ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് അസോസിയേറ്റഡ് വിത്ത് ഹൈ റൂട്ട് ട്രാൻസ്ഫർ. അപ്പോൾ ഹൈ റൂട്ട് ട്രാൻസ്ഫറിൽ എന്താ സംഭവിക്കുന്നത്? കോൺഷ്യസ്, എഫേർട്ട്ഫുൾ, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് അവിടെ സംഭവിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. When the content that we have previously learned interferes with the recall of something newly learned, then the interference is. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റർഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫോർഗെറ്റ് ചെയ്യുക, മറന്നു പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻറ്റർഫറൻസ്, ഇൻഹിബിഷൻ, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് ഈ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഇതിന് മുമ്പുള്ള സെഷൻസിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ when the content that we have previously learned interferes with the recall of something newly learned, അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യം
ഒരു പുതിയ കാര്യം ഓർത്തെടുക്കാൻ നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ്ലി ലേൺ ഇൻ്റർഫിയേഴ്സ് വിത്ത് റീകോൾ ഓഫ് സംതിങ് ന്യൂലി ലേൺ. പുതുതായി പഠിച്ച കാര്യം റീകോൾ ചെയ്യാൻ പ്രീവിയസ്ലി പഠിച്ച കാര്യം നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യുന്നു. അപ്പോൾ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ, അറ്റൻഷൻ ഇൻഹിബിഷൻ, റെസ്പോൺസ് ഇൻഹിബിഷൻ. അപ്പോൾ പ്രൈമറിലി എന്താണ് ഈ ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. ലേണിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വസിഷൻ ഓഫ് നോളജ് ആണ്. നമ്മൾ പുതുതായിട്ട് അറിവ് നേടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ലേണിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹിബിഷൻ ഓൺ ദി അതർ ഹാൻഡ് ഇൻവോൾവ്സ് ദ റിഡക്ഷൻ ഇൻ ആക്സസിബിലിറ്റി ഓഫ് എ മെമ്മറി ട്രേസ്. അപ്പോൾ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലുള്ളൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ അവിടെ അത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്. അതിനെയാണ് നമ്മൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലേണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും? നോളജ് അക്വയർ ചെയ്യാണ്. ഇൻഹിബിഷനിൽ നമ്മുടെ മെമ്മറിയിലുള്ള നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്. അപ്പം മേജർലി നമ്മൾ ഈ ഇൻഹിബിഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2 ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻസ് ആണ് നമ്മൾ മേജറായിട്ട് പറയാം. ഒന്ന് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ, 2 പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയേ. ഇൻ റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ന്യൂ ലേണിംഗ് interferes with the retention of old memories. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിട്രോആക്റ്റീവ് ഇൻഹിബിഷനിൽ പുതിയ കാര്യങ്ങൾ നമ്മളുടെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് നമ്മളെ അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യാണ്. അല്ലേ? ന്യൂ ലേണിംഗ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ദി റിറ്റൻഷൻ ഓഫ് ഓൾഡ് മെമ്മറി. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു, അപ്പോൾ പഴയ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പുതിയൊരു നമ്പർ നിങ്ങൾ പഠിക്കുന്നു, അപ്പോൾ പഴയ നമ്പർ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. അങ്ങനെ എന്തുമാവാം. ഒരു പുതിയ കാര്യം പഠിക്കുന്നത് കൊണ്ട് ഓൾറെഡി പഴയ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ മെമ്മറീസ് ഇൻ്റർഫിയർ വിത്ത് റിറ്റൻഷൻ ഓഫ് ന്യൂ ലേണിംഗ്. അപ്പോൾ പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള മെമ്മറീസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പഴയ നമ്പർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്, ഓർമ്മയിലിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിങ്ങൾക്ക് പഴയത് ഓർമ്മ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ റിട്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? പഴയ കാര്യങ്ങളെ ഇൻ്റർഫിയർ ചെയ്യുക. ന്യൂ ലേണിംഗ് ഇൻ്റർഫിയേഴ്സ് വിത്ത് റിറ്റൻഷൻ ഓഫ് ഓൾ മെമ്മറീസ്. പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് വരികയാണ്. ഇതാണ് ബേസിക്കലി ഇൻഹിബിഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന 2 ടൈപ്സ്. റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്, പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്. ഇതാണ് ജനറലി 2 ടൈപ്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഓൾ ദി 4 ഓപ്ഷൻസ്. അതിനകത്തുള്ള 4 ഓപ്ഷൻസിനെ കുറിച്ചും നിങ്ങൾക്കൊരു ബേസിക് അവയർനെസ് വേണം. അങ്ങനെയാണെങ്കിൽ ഇതല്ലാതെ ഇപ്പോൾ ഇൻഹിബിഷൻ്റെ 2 ടൈപ്സ് റിട്രോആക്റ്റീവും പ്രോആക്റ്റീവും ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് കൂടാണ്ട് ആ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള 2 ഇൻഹിബിഷൻ ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. അറ്റൻഷൻ ഇൻഹിബിഷനും റെസ്പോൺസ് ഇൻഹിബിഷനും. എന്താ ഈ അറ്റൻഷൻ ഇൻഹിബിഷൻ റെസ്പോൺസ് ഇൻഹിബിഷൻ തമ്മിലുള്ള വ്യത്യാസം? അറ്റൻഷൻ ഇൻഹിബിഷൻ ഇസ് ദി എബിലിറ്റി ടു ഫോക്കസ് ഓൺ റെലവൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് സപ്രസ് ഇറെലവൻറ്റ് സ്റ്റിമുലൈ. ഇപ്പോൾ അറ്റൻഷൻ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എബിലിറ്റിയാണ് വേറിൻ നമ്മൾ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട റെലവൻറ്റ് ഇൻഫർമേഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതിനോട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത ഇറെലവൻറ്റ് കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മളധികം ഫോക്കസ് കൊടുക്കുന്നില്ല. അതിനാണ് അത് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറ്റൻഷൻ കൊടുക്കുന്നു, മറ്റതൊന്നും ശ്രദ്ധിക്കാതെ വിടുന്നു. ദാറ്റ് ഈസ് അറ്റൻഷൻ ഇൻഹിബിഷൻ. റെസ്പോൺസ് ഇൻഹിബിഷൻ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദി സപ്രഷൻ of actions that are inappropriate in a given context and that interfere with goal-driven behavior. അപ്പോൾ റെസ്പോൺസ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അത് ആ ഒരു സിറ്റുവേഷനകത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്പോൺസ് ഒക്കെ ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒട്ടും യോജിക്കത്തില്ലായിരിക്കും. അപ്പോൾ ജനറലി മനുഷ്യർ ചെയ്യുന്നത് എന്താ? ആ സിറ്റുവേഷൻ ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ ആ സിറ്റുവേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ അത്ര നല്ലതല്ല എന്ന് തോന്നിയാൽ നമ്മളത് സപ്രസ് ചെയ്യും, അതവിടെ ചെയ്യില്ല. അതിനെയാണ് റെസ്പോൺസ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുക. സോ റെസ്പോൺസ് ഇൻഹിബിഷൻ റെഫേഴ്സ് ടു the suppression of actions that are inappropriate in a given context and that interfere with goal-driven behavior. ഓക്കെ, അപ്പോൾ അതാണ് അറ്റൻഷൻ ഇൻഹിബിഷനും റെസ്പോൺസ് ഇൻഹിബിഷനും. പക്ഷേ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറി ഫോർഗെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മേജർലി ഓർക്കേണ്ട 2 ടൈപ്സ് എന്ന് പറയുന്നത് റിട്രോആക്റ്റീവ് ഇൻഹിബിഷനും പ്രോആക്റ്റീവ് ഇൻഹിബിഷനും ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ,
ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വെൻ ദ കോണ്ടന്റ് ദാറ്റ് വി ഹാവ് പ്രീവിയസ്ലി ലേൺ ഇന്റർഫിയേഴ്സ് വിത്ത് റീകോൾ ഓഫ് സംതിങ് ന്യൂലി ലേൺ ദെൻ ദ ഇന്റർഫറൻസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് പുതുതായി പഠിച്ചൊരു കാര്യം ഓർക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതൊരു ഇൻ്റർഫറൻസ് ആയിട്ട് വരുന്നു. അതിൽ ഏത് ടൈപ്പാ? പ്രൊആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. പ്രൊആക്റ്റീവ് ഇൻഹിബിഷൻ എന്താ? ഓൾഡ് മെമ്മറീസ് ഇന്റർഫിയർ വിത്ത് റിട്ടൻഷൻ ഓഫ് ന്യൂ മെമ്മറീസ്, അല്ലെങ്കിൽ ന്യൂ ലേണിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് തന്നെയല്ലേ ക്വസ്റ്റിനും പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ്ലി ലേൺ ഇന്റർഫിയേഴ്സ് വിത്ത് ദി റീകോൾ ഓഫ് സംതിങ് ന്യൂലി ലേൺഡ്. അപ്പോൾ അതെന്താണ്? proactive inhibition ആണ്. So the right answer for this question is option B. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇൻഹിബിഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. മെമ്മറി നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ എക്സ്പ്ലോർ പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഇൻറ്റർഫറൻസ് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒന്നും റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് പല ആസ്പെക്റ്റിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which higher order knowledge can make the difference between how well and quickly once students learn material? അപ്പോൾ ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? Which higher order knowledge can make the difference between how well and quickly once students learn material? അപ്പോൾ ഇവിടെ it is talking about higher order knowledge. അവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഒരാളുടെ സ്റ്റുഡൻസ് ലേണിംഗ് മെറ്റീരിയലിൽ നിന്ന് എത്ര നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, അവരെത്ര വേഗത്തിൽ പഠിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഹയർ ഓർഡർ നോളജ്, അതിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഹയർ ഓർഡർ നോളജ് ക്യാൻ മേക്ക് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ വെൽ ആൻഡ് ക്വിക്ക്ലി വൺസ് സ്റ്റുഡൻസ് ലേൺ മെറ്റീരിയൽ. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ ഡിക്ലറേറ്റീവ്, റോട്ട്, മെറ്റാകോഗ്നിഷൻ, പ്രൊസീജറൽ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട്? ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് കാണുമ്പോൾ ഓഫ്കോഴ്സ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. എന്തായിരിക്കും അത്? ഈ റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറൈസേഷൻ ആണല്ലേ. അതായത് നിങ്ങളൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് സെയിം കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം കാണാതെ പഠിക്കുന്നു. ഒരു മെമ്മറൈസേഷൻ ടെക്നിക്കാണ് ബേസിക്കലി റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഈ ഡിക്ലറേറ്റീവ് പ്രൊസീജിയറൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഡിക്ലറേറ്റീവ് പ്രൊസീജിയറൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ യു നോ ഡിക്ലറേറ്റീവ് പ്രൊസീജിയറൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറിയുടെ ടൈപ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഇനിയും ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ളൊരു ഓപ്ഷൻ എന്താ? മെറ്റാകോഗ്നിഷൻ ആണ് ബാക്കിയുള്ളൊരു ഓപ്ഷൻ. ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദി അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ്, നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അവെയർനെസ്, അതിനൊരു ഹയർ ഓർഡർ നോളജ് അല്ലെങ്കിൽ തിങ്കിങ് ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എത്ര വേഗത്തിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു വെച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എത്ര ക്വിക്ക്ലി മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മളുടെ ഒരു മെൻ്റൽ പ്രോസസ്സസാണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൻസർ ഇസ് ഓപ്ഷൻ സി. എനിവേ ഇതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഓപ്ഷൻ മെമ്മറി റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് ലെറ്റ്സ് ക്വിക്ക്ലി ഗോ ത്രൂ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി. ഡീറ്റെയിലിംഗിലേക്കൊന്നും പോകുന്നില്ല, ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ടു ദി ലിങ്ക്സ് ദാറ്റ് ആർ അവൈലബിൾ. ഓക്കെ, അതിനകത്ത് അപ്ഡേറ്റഡ് വീഡിയോ സീരീസിൽ ഹ്യൂമൻ മെമ്മറി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ മെമ്മറി ക്വിക്ക്ലി എന്താണ് എന്നുള്ളത് പറയാം. ഈ ഡിക്ലറേറ്റീവ് പ്രൊസീജിയറിലൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹ്യൂമൻ മെമ്മറി ജനറലി നമുക്ക് സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഓക്കെ, സെൻസറി മെമ്മറി നമ്മുടെ സെൻസസിലൂടെ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്പേസാണ്. ഷോർട്ട് ടേം മെമ്മറി ഒരു കുറച്ച് സമയത്തേക്ക്. ഇപ്പോൾ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ വിളിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ പെട്ടെന്ന് കാണാതെ പഠിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്ക് നിങ്ങൾ ആ നമ്പർ കാണാതെ പഠിക്കും, നിങ്ങൾ ഡയൽ ചെയ്യും, വിളിക്കും, പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ ആ നമ്പർ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് ഒക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണമെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോർ ഹൗസിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറി എന്ന് വിളിക്കുക. ഈ ലോങ് ടേം മെമ്മറി തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലേ, ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. അത് നിങ്ങൾ ആ ഓപ്ഷനിൽ കണ്ടിരുന്നു. ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറിക്ക് പല ടൈപ്സ് ഉണ്ട്.
സെമാൻറ്റിക്, എപ്പിസോഡിക്, ഓട്ടോബയോഗ്രഫിക്കൽ, വിഷ്വൽ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അപ്ഡേറ്റഡ് വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്കത് കണ്ട് പഠിക്കാവുന്നതാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്താ? ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ലോങ് ടേം മെമ്മറിയുടെ മറ്റൊരു ടൈപ്പാണ്. ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ്സിൽ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് അവയർനെസ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു, സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചൊരു സമയത്ത് നമ്മളങ്ങ് ചവിട്ടി, അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കോൺഷ്യസ് അവയർനെസ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ്സിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്മറിയൊക്കെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇംപ്ലിസിറ്റ് മെമ്മറി ഡസൻ റിക്വയർ കോൺഷ്യസ് അവയർനെസ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. വി ഹാവ് പ്രൊസീജറൽ മെമ്മറി, പ്രൈമിംഗ്, ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷൻ. ഇപ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിംഗ് എങ്കിലും ഓർക്കുക. സോഫാർ ഹ്യൂമൻ മെമ്മറി പഠിച്ചിട്ടില്ലാത്തവർ എങ്ങനെയാണ് ഇതിനെ നമുക്ക് യൂഷ്വലി നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന ടൈപ്സ്, ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് ഏതൊക്കെയാണ്, എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് ഏതൊക്കെയാണ്, ആ രീതിയിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കലി വേണ്ടത്. ആ ഒരു അവയർനെസ് എന്തായാലും ഈ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇഫ് യു ഹാവൻ ലേൺഡ് അബൌട്ട് ഹ്യൂമൻ മെമ്മറി സോഫാർ, ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രീവിയസ് വീഡിയോ റെഫർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓപ്ഷൻസ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ബട്ട് ദ ആൻസർ ഫോർ ദറ്റ് ക്വസ്റ്റൻ ഇസ് മെറ്റാകോഗ്നിഷൻ. അതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. എന്താ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ? റീന wanted to eat an ice cream. She took out a phone number online. She repeated the number over and over again while dialing. After the order was delivered, she forgot the number. This is an example of the use of which memory process? And you have options: short-term memory, automatic processing, then echoic memory and iconic memory. So ഈ ഒരു ക്വസ്റ്റ്യൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതോടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ, ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. എന്നിട്ട് ആ എക്സാമ്പിൾ എന്ത് തരത്തിലുള്ള മെമ്മറി പ്രോസസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിനകത്തെ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ ഷോർട്ട് ഒരു പീരീഡിലേക്ക് നിങ്ങളെന്താ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുകയാണ്, അത് കഴിഞ്ഞത് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ നമുക്ക് ഒരു ATM പോയി പൈസ എടുക്കാം, ഇപ്പോൾ മറ്റൊരാളുടെ ATM കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഒരു പിൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്നിടം വരെ പിന്നെ ഇങ്ങനെ ഓർത്ത് വയ്ക്കരുത്, റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം മറന്നു പോകരുതല്ലോ. അപ്പോൾ അവിടെ ചെന്നു, കാർഡ് ഇട്ടു, പിന്നടിച്ചു, പൈസ എടുത്തു, തിരിച്ചു വന്നു, കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു. പിന്നെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ ആ പിന്നെ എന്താണെന്ന് പോലും നമുക്ക് ഓർമ്മ കാണില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പീരീഡിലേക്ക് നമ്മൾ ഓർക്കുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറന്നു പോകുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. ഇനി ഈ 2 ടൈപ്പ് കണ്ടോ, എക്കോയിക് മെമ്മറി ഉണ്ട്, ഐക്കോണിക് മെമ്മറി ഉണ്ട്. ഇത് രണ്ടും സെൻസറി മെമ്മറിയുടെ സബ് ടൈപ്സ് ആണ്. സെൻസറി മെമ്മറി എന്താ? നമ്മുടെ സെൻസസിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മെമ്മറി, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു സ്റ്റോർ ഹൗസ് ആണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സൗണ്ട് അല്ലേ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, കാണുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എക്കോയിക് മെമ്മറി, ഐക്കോണിക് മെമ്മറി, ഇത് രണ്ടും സെൻസറി മെമ്മറിയുടെ ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം നോക്കിയേ, ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്. ഇത് നമ്മളൊരു മെമ്മറി അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എൻ ഇൻവോളണ്ടറി പ്രോസസ് ഓഫ് അൺകോൺഷ്യസ്ലി ടേക്കിംഗ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മളുടെ കോൺഷ്യസ് അവെയർനെസ്സോ കൺട്രോളോ ഇല്ലാതെ ഇൻവോളണ്ടറിലി നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഇൻവോളണ്ടറിലി പ്രോസസ്സ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനെയാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതൊക്കെ ഇതിനകത്ത് പലപ്പോഴും എന്താ, നമ്മളുടെ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാണ്ടാണ്, നമ്മുടെ ഒരു കൺട്രോൾ ഇല്ലാണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാവാൻ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങും ഇംപ്ലിസിറ്റ് മെമ്മറിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമ്മൾ പറഞ്ഞു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് യു ആർ ഇൻവോളണ്ടറിലി ടേക്കിംഗ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ. നിങ്ങളുടെ കൺട്രോളോ കോൺഷ്യസ്നെസ്സോ ഇല്ലാണ്ട് നിങ്ങൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് വിളിക്കുക. ഇംപ്ലിസിറ്റ് മെമ്മറീസ് സ്റ്റോർ ഹൗസ്. അങ്ങനെ നിങ്ങളിലേക്ക് അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ടൊന്നും ഇല്ലാണ്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് സ്പേസ്, അതിനെയാണ് നമ്മൾ
ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ആ രീതിയിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. റീന wanted to eat an ice cream. She took out a phone number online. She repeated the number over and over again while dialing. After order was delivered, she forgot the number. This is an example of the use of which memory process. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഓൾറെഡി അത് എന്ത് തരത്തിലുള്ള മെമ്മറിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. റീനയ്ക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നി, അപ്പോൾ ആളിങ്ങനെ ഓൺലൈനിൽ നോക്കി എവിടെയാണ് നല്ലൊരു ഐസ്ക്രീം കഴിക്കാൻ കിട്ടുന്നതെന്ന് നോക്കി. ആൻഡ് ഷീ ടുക്ക് എ നമ്പർ ആൻഡ് ആ നമ്പർ ഇങ്ങനെ നോക്കി അത് ഡയൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് ഡയൽ ചെയ്തു. കാരണം ഒരിടത്ത് നിന്നെടുത്ത് വേറൊരിടത്ത് ഡയൽ ചെയ്യാണ്. അപ്പോൾ അത് ജസ്റ്റ് ഡയൽ ചെയ്തു, വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ നമ്പർ ചോദിക്കുമ്പോൾ റീനയ്ക്ക് അറിയില്ല. So ഇതെന്താ? That is associated with short-term memory. So the right answer for this question is option A.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, ദാറ്റ് ഇസ് ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ് വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിച്ചിരിക്കേണ്ട ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ഏരിയ ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ദി ഇമ്പോർട്ടൻറ്റ് ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ്. സോ അതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമ്മളെ ക്യാൻസൽ ചെയ്ത എക്സാമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2024 ക്യാൻസൽഡ് എക്സാമിൽ 2 ഷിഫ്റ്റിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്താൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഈ ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവിനെ തന്നെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്രയും വെയിറ്റേജ് ഉള്ളൊരു ഏരിയ ആണ് ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങാനും ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് മിസ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ദാറ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയത് കോണ്ടന്റ്സ് ഓഫ് സ്വയം പ്രഭ ചാനൽ 4 with a theme of education and home science are provided by CEC New Delhi, IIT Madras, IGNOU New Delhi, IIT Delhi. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ, സ്വയം പ്രഭയുടെ 4ാമത്തെ ചാനൽ, അതിൻ്റെ തീം എന്താ, എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണത്. അപ്പോൾ ആ ചാനൽ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഓൾറെഡി ഈ ഇമ്പോർട്ടൻറ്റ് ഇ-ലേണിംഗ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ സ്വയം ആൻഡ് സ്വയം പ്രഭ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ആണത്. അതിനകത്ത് സ്വയം പ്രഭയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 40 DD ചാനൽസ്. അപ്പോൾ ഇതിനകത്ത് 40 ചാനലുകളും പഠിച്ചിരിക്കുക എന്നുള്ളത് തന്നെ ഒരു ഹെക്റ്റിക് ടാസ്ക് ആയിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഇഫ് യു കനോട്ട് ലേൺ ഓൾ ദി 40 പഠിച്ചാൽ നല്ലത് കേട്ടോ. പഠിച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസിയായിട്ട് ആൻസർ ചെയ്യാം. ഇതിനകത്ത് വളരെ ഹെക്റ്റിക് ആയിട്ട് തോന്നുന്നവർ കുറഞ്ഞ പക്ഷം ആദ്യത്തെ 10 ചാനലെങ്കിലും പഠിക്കാം. അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 10 ചാനൽസ് എന്ന് പറയുമ്പം എന്തൊക്കെ ആസ്പെക്ട്സ് അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നോക്കിയേ. ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ചാനൽസ് ഇതിനകത്ത് 10 മാത്രമേ എടുത്തിട്ടുള്ളൂ, 40 ചാനൽസും ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ്ലി ഇതെങ്കിലും പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ 40 ചാനലുകളുടെ പേരുകൾ നിങ്ങൾ ഓർക്കുക. ഈ ഓരോ ചാനലിൻ്റെ പേരെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ എന്ത് ഏരിയയാണ് അവർ കവർ ചെയ്യുന്നതെന്ന് നോക്കുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ആരാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ 1, ചാനൽ 2 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ചാനൽസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ചാനലും CEC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഒരു മെറിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വെറുതെ നോക്കി പോയിട്ടുള്ള ആളുകൾക്ക് പോലും ഈസി ആയിട്ട് വേണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദിസ് 10 ചാനൽസ് ആർ പ്രൊവൈഡഡ് ബൈ CEC. ആൻഡ് ഓൾസോ ഇഫ് യു കൻ ജസ്റ്റ് ഗോ ത്രൂ ദി തീം, അല്ലെങ്കിൽ അതിനകത്തെ മേജർ ആയിട്ടുള്ള തീം എന്താണെന്ന് കൂടി അറിയുന്നത് നന്നായിരിക്കും. സോ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ഫിലോസഫി, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ബേസിക്കലി ഓൺ ചാനൽ 4 അല്ലേ. ചാനൽ 4 ആണ്. സോ സരസ്വത് എന്നാണ് ചാനലിൻ്റെ പേര്. CEC UGC ആണ് അതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എന്താ തീം, എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ്. ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. സോ യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ദി അതർ 5 ചാനൽസ് ഇസ് വെൽ. അപ്പോൾ ഈ 10 ചാനലെങ്കിലും കുറഞ്ഞ പക്ഷം പഠിക്കുക കേട്ടോ. അപ്പോൾ അതെന്താണ്, ചാനലിൻ്റെ പേരെന്താണ്, അപ്പോൾ അങ്ങനെയും ചോദിക്കാം. മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ലിസ്റ്റ് 1 ഡിഫറെൻറ്റ് ചാനൽ നെയിംസ് വരും. ലിസ്റ്റ് 2 അവർ ഫോക്കസ് ചെയ്യുന്ന തീം അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്താണെന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ ആണ്. സോ ഇഫ് യു ഹാവ് ദിസ് ലിസ്റ്റ് വിത്ത് യു, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഇറ്റ്. ആദ്യത്തെ 10 എങ്കിലും കേട്ടോ. ആർക്കെങ്കിലും ചാനൽ ലിസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ യു കൻ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ഇറ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ question is very easy. The contents of Swayam Prabha channel 4 with the theme of education and home science are provided by. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ ക്വിക്ക്ലി ഇത് ഗോ ത്രൂ ചെയ്ത് ചുമ്മാ നോക്കിയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും അറിയാം ആദ്യത്തെ 10 ചാനലും CEC UGC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ, CEC ന്യൂ ഡൽഹി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് നോക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി ഈ റീസെൻറ്റ് എക്സാംസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷോത് സിന്ധു, ഷോത് ഗെങ്കോ 3, ഷോത് ശുദ്ധി, ദെൻ വി ഹാവ് ഫോസി. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ദ റീസെൻറ്റ് എക്സാംസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ദ ക്യാൻസൽഡ് എക്സാം. ഓക്കെ, ജൂൺ 2024 ക്യാൻസൽഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കുറേ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് അറ്റ്ലീസ്റ്റ് ഈ 4 എക്സ്പ്ലോർ ചെയ്യാമല്ലോ.
അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. സോ ഇറ്റ്സ് എ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വേർ ഇൻ ലിസ്റ്റ് 1 യു ഹാവ് ദ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ആൻഡ് അതിൻ്റെ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ് ഏരിയ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പം അതിനകത്ത് സ്വയംപ്രഭ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി മറ്റൊരു സ്വയം ഓഫ്കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വയം റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് അനേകമുണ്ട്. അതിൽ റീസെൻറ്റ് ഒരു എക്സാമിൻ്റെ ട്രെൻഡിലും പാറ്റേണിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു 4 നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും നമുക്ക് നോക്കാം, ഈ ഓരോ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവും എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ആൻഡ് വി ക്യാൻ ജസ്റ്റ് ഫിഗർ ഔട്ട് സം കീ ടേംസ് ദാറ്റ് ക്യാൻ അസോസിയേറ്റ് വിത്ത് ദീസ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ്. പലർക്കും ഉണ്ടാകുന്നൊരു പ്രോബ്ലം, ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഏരിയ, ഒരുപാട് തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷനാണ്, ഏതിനോട് കണക്റ്റഡ്, എന്ത് പ്രോസസ്സാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണ് ഈ ഡിഫറെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വന്നിരിക്കുന്നത്. ഇത് ഓർത്ത് വയ്ക്കുന്നതിന് ഒരു ഹെക്ടിക് ടാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ ഇത് ഓരോന്നും എന്തുമായിട്ട് കണക്ട് ചെയ്യാം, ആ ചില കീ ഐഡിയാസ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ ആദ്യം കണ്ടത് ഈ ഷോർട്ട് സിന്ധു ആണ്. ഈ ഷോർട്ട് സിന്ധു എന്ന് പറയുമ്പോൾ ജസ്റ്റ് കണക്റ്റഡ് വിത്ത് ഈ റിസോഴ്സസ് അങ്ങനെ ഓർക്കാം. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സിന്ധു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസോർഷ്യം ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഈ റിസോഴ്സസ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ആക്സസ് ടു ക്വാളിറ്റേറ്റീവ് ഇലക്ട്രോണിക് റിസോഴ്സസ് ഇൻക്ലൂഡിങ് full text, bibliographic and factual databases to academic institutions at a lower rates of subscriptions. അപ്പോൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന് ചെറിയ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ഉണ്ട്, ആ പൈസ വെരി ലോവർ റേറ്റ്സ്. അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ അടിച്ചാൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ഷോർട്ട് സിന്ധുവിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഷോർട്ട് സിന്ധു ഈ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്, ബിബ്ലിയോഗ്രാഫിക് ഡേറ്റാ ബേസുകൾ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ബുക്സാണ്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ആക്സസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുൾ ആവും. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് ആക്സസിബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണുള്ളത്. ലോവർ സബ്സ്ക്രിപ്ഷൻസ് ഫീസ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അതാണ് പ്രയോജനം. അപ്പോൾ ഈ ഷോർട്ട് സിന്ധു എന്തായിട്ട് കണക്ട് ചെയ്യാം, ഈ റിസോഴ്സസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഷോർട്ട് ഗെങ്കോത്രി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവ് ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതിനെ എന്തായിട്ട് കണക്ട് ചെയ്യണം, സിനോപ്സിസ് ആയിട്ട് കണക്ട് ചെയ്യുക. സിനോപ്സിസ്, ഓക്കെ, റിസർച്ച് സിനോപ്സിസ് ആയിട്ട് കണക്ട് ചെയ്യുക. So under this initiative, research scholars or research supervisors in universities are requested to deposit an electronic version of the approved synopsis submitted by research scholars to the universities. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിലും അവിടെ വരുന്ന റിസർച്ച് സ്കോളേഴ്സ് അവിടെ സബ്മിറ്റ് ചെയ്യുന്ന അവരുടെ റിസർച്ച് സിനോപ്സിസിൻ്റെ ഒരു കോപ്പിയാണ് ഈ ഷോർട്ട് ഗെങ്കോത്രിയിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക. PhD, അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം, അങ്ങനെ പല പല മേഖലകൾ വരുന്ന അല്ലെങ്കിൽ PG ഡിസർട്ടേഷൻസിൻ്റെ വരെ റിസർച്ച് സിനോപ്സിസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ റിസർച്ച് സിനോപ്സിസ് എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ഗെങ്കോത്രിനെ ഓർത്ത് വയ്ക്കുക. സോ ദാറ്റ്സ് മച്ച് മോർ ഈസിയർ ഫോർ യു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഷോർട്ട് ഗെങ്കോത്രിയിലുള്ള ഈ റിസർച്ച് സിനോപ്സിസ് അങ്ങനെ ഇടുന്നതിന് ഉദ്ദേശം എന്താ, അപ്പോൾ നമ്മളുടെ രാജ്യത്തെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ നടക്കുന്ന റിസർച്ച് എന്ത് മേഖലയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിസർച്ചുകളാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഗെങ്കോത്രി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് അതിനകത്ത് നമുക്ക് റിസർച്ച് സിനോപ്സിസുകൾ കാണാമല്ലോ. അപ്പോൾ നമ്മളുടെ രാജ്യത്തെ ഇപ്പോഴത്തെ നമ്മളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മാക്സിമം നമുക്ക് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഓൾറെഡി കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ഫോർ അസ് ടു ഐഡൻറ്റിഫൈ ന്യൂ ഏരിയാസ് ടു എക്സ്പ്ലോർ, അല്ലേ. അപ്പം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു പ്രയോജനം. അപ്പോൾ ഷോർട്ട് ഗെങ്കോത്രി എന്താണ് അസോസിയേറ്റ് ചെയ്യേണ്ടത്, റിസർച്ച് സിനോപ്സിസ്. അപ്പോൾ ഷോർട്ട് സിന്ധു ഈ റിസോഴ്സസ്, ഷോർട്ട് ഗെങ്കോത്രി സിനോപ്സിസ് എന്ന് ഓർക്കുക. ഇനി ഷോർട്ട് ശുദ്ധി, അതാണ് അടുത്ത ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻസിൽ കാണുന്നത്. ഷോർട്ട് ശുദ്ധി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. ശുദ്ധി എന്നുള്ള ടേം വെച്ചിട്ട് ഓർക്കുക, പ്ലേജറിസം ഡിറ്റക്ഷൻ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദ റിക്കമെൻഡേഷൻ ഓഫ് സബ് കമ്മിറ്റി, നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് ഈ ഷോർട്ട് സിന്ധു, ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് എ പ്രോഗ്രാം ഷോർട്ട് ശുദ്ധി which provides access to plagiarism detection software to all universities or institutions in India since September 1, 2019. അപ്പോൾ 2019 സെപ്റ്റംബർ 1 മുതൽ യൂണിവേഴ്സിറ്റീസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്ലേജറിസം ഡിറ്റക്ട് ചെയ്യാൻ സഹായകരമായിട്ടുള്ള പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയറിലേക്കുള്ള ആക്സസിബിലിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്തൊരു ഡിജിറ്റൽ ഇനിഷ്യേറ്റീവാണ്
ഷോത് ശുദ്ധി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ ആണ്. സോ ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ ആണ് ഇതിൻ്റെ നോഡൽ ഏജൻസി. പിന്നെ ഇത് ഏത് സോഫ്റ്റ്വെയർ ആണ് കൊടുത്തത്, ആദ്യം കൊടുത്ത സോഫ്റ്റ്വെയർ അല്ല പിന്നീട് കറൻ്റ്ലി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സസിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷെ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്താണെന്നുള്ളതും ഇതിൻ്റെ ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ എന്ന് പറയുന്ന നോഡൽ ഏജൻസി ആരാന്നുള്ളതും ഓർക്കാം. നാലാമത്തെ ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എന്താണ്? ഫോസി അല്ലെങ്കിൽ ഫ്രീ ഓർ ലിബ്രി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ICT ഒക്കെ പഠിച്ച സമയത്ത് ICT നമ്മളുടെ മാരത്തൺ അതുപോലെ അപ്ഡേറ്റഡ് വീഡിയോ സീരീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറുകളെ കുറിച്ചൊക്കെ പഠിക്കണം എന്ന് പറയും അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നതാണ് നമുക്ക് ഈ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസ് ഉണ്ട്. പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പേ ചെയ്ത് അതിൻ്റെ സോഴ്സ് കോഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ആ കമ്പനിയുടെ കോപ്പിറൈറ്റിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ പെയ്ഡ് ആയിട്ടാണ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് മറ്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതേ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വേറെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഈ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയറിലേക്കുള്ള ഡിപ്പെൻഡൻസ് കുറച്ചിട്ട് ഈ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിക്കുക ഇൻ ഓർഡർ ടു എൻഹാൻസ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അവർ കൺട്രി. അപ്പോൾ ആ ഒരു എയിമോട് കൂടി വന്നിട്ടുള്ള ഒരു സ്കീമാണ് ഫ്രീ ഓർ ലിബ്രി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസിനെ അല്ലെങ്കിൽ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസ് എന്ന് പെയ്ഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട സോഫ്റ്റ്വെയർസ്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുക മാക്സിമം ഉപയോഗിക്കുക എഡ്യൂക്കേഷൻ സെക്ടറിൽ. സോ നമുക്ക് കൂടുതൽ സോഫ്റ്റ്വെയർസ് അങ്ങനെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് നോക്കിയത്? ദിസ് പ്രൊജക്ട് വാസ് ഡെവലപ്ഡ് ബൈ ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ ആൻഡ് ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി NME ICT. സോ ഈ NME ICT ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് NME ICTയുടെ കീഴിൽ NME ICT ഫണ്ട് ചെയ്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ നമ്മളുടെ LMS പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ജനറലി നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. പലപ്പോഴും പലരും ഈ LMS എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുള്ളി ചോദിക്കാറ് എന്താണ് ഈ LMS എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അവിടെ ഡിഫറെൻറ്റ് മോഡ്സിലാണ് നമ്മുടെ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും, നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വീഡിയോ ലെക്ചേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന PowerPoint പ്രസൻറ്റേഷൻസ് അവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് ഓൺലൈൻ ടെസ്റ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സെഷനിൽ നമ്മളുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രൊവൈഡഡ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ആസ് വെൽ. ടെക്സ്റ്റ് ബുക്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂമിലും അതുപോലെ ലൈവ് സെഷൻസിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഏരിയ എംഫസൈസ് ചെയ്ത് പറയാറുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ആ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നമ്മൾ നോക്കി ബേസ്ഡ് ഓൺ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ഇനിഷ്യേറ്റീവ്സും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. സോ നിങ്ങൾ സെൽഫായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് കൂടി നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ 4 ഇനിഷ്യേറ്റീവ് എന്താണെന്നുള്ളത് അറിയാം. ഷോത് സിന്ധു, ഷോത് ഗംഗോത്രി, ഷോത് ശുദ്ധി, ഫൂസി. ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ഹോസ്റ്റ് സിനോപ്സിസ് ഓഫ് റിസർച്ച് ടോപ്പിക്സ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. സിനോപ്സിസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിട്ട് കണക്ട് ചെയ്യണം? ഷോത് ഗംഗോത്രി അല്ലേ? അതിൻ്റെ ഒരു കീ വേർഡാണ് റിസർച്ച് സിനോപ്സിസ്. സോ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 1. ഇനി അടുത്ത് നോക്കിയാൽ ഫ്രീ ഓർ ലിബ്രി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ D. അത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ D ആണ് 2 മനസ്സിലായി. പ്രൊവൈഡ്സ് ആക്സസ് ടു e-resources, key term. E-resources എന്തുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം? ഷോത് സിന്ധു. സോ A can be associated with option 3. അടുത്തത് പ്ലേജറിസം ചെക്കിംഗ് ഇനിഷ്യേറ്റീവ് എയിം ടു എൻഷുർ ഒറിജിനാലിറ്റി ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. പ്ലേജറിസം എന്ന് പറയുമ്പോൾ തന്നെ അസോസിയേറ്റഡ് വിത്ത് ഷോത് ശുദ്ധി. അപ്പോൾ ഈ രീതിയിൽ കീ ടേംസ് ഓർത്തിരുന്നാൽ എളുപ്പമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അപ്പോൾ എല്ലാം കൂടെ എങ്ങനെ പഠിക്കും, വളരെ ഹെക്റ്റിക് ആണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫോക്കസിങ് ഓൺ ദി കീ ടേംസ്, ദെൻ ദീസ് ക്വസ്റ്റ്യൻസ് ആർ പ്രിറ്റി മച്ച് ഈസി ഫോർ യു ടു ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ A എന്തായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഷോത് സിന്ധു e-resources ആണ്. അപ്പോൾ A3. ഷോത് ഗംഗോത്രി ഉണ്ട്, ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 1. അപ്പോൾ A3 B1. ഷോത് ശുദ്ധി ഇസ് ഓപ്ഷൻ 4 അല്ലേ, C4. അപ്പോൾ A
3 നമ്മൾ പറഞ്ഞു, then B is 1 and then you have C that is 2, sorry, C that is 4, then you have D that is 2, right? So A3 B1 C4 D2 adale, A3 B1 C4 D2, yeah, that is option B. So the right answer is option B itself. Moving to the next question. In which type or assessment do students measure their own progress against their previous performance rather than against external criteria or peers? സോ അസസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു അസസ്മെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഏരിയ ആണെന്നുള്ളത് നമ്മുടെ അപ്ഡേറ്റഡ് വീഡിയോ മാരത്തൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അപ്ഡേറ്റഡ് സീരീസിൽ. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ അസസ്മെൻറ്റ് ഇവാലുവേഷൻ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേഷൻ പല ടൈപ്സ് ഉണ്ട്, ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ഡയഗ്നോസ്റ്റിക്. ഇതൊക്കെ എവർഗ്രീൻ ഏരിയാസ് ആണ്, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. അപ്പം ഫോർമേറ്റീവ് ഇവാലുവേഷൻ അറിയാവുന്ന ആളുകൾക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് സെയിം കോൺസെപ്റ്റ് തന്നെ. ഇനി പിയർ അസസ്മെൻറ്റ്, ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ സ്റ്റിമുലേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അസസ്മെൻറ്റ് ആസ് എ ലേണിംഗ് എൻവയൺമെൻറ്റിൽ അങ്ങനെ ഇല്ല. അപ്പോൾ യു കെൻ ജസ്റ്റ് എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓപ്ഷൻ ജസ്റ്റ് ഫോക്കസ് ഓൺ ദി അതർ 3. പിയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിയർ സെയിം ഗ്രൂപ്പിലുള്ള, അതായത് ഒരു ക്ലാസ്സിൽ ഒരാളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കൂടെയുള്ള സ്റ്റുഡൻസ് തന്നെ അതിനെ അനലൈസ് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഫീഡ്ബാക്സ് കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് പിയർ അസസ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അയാളുടെ കറൻ്റ്ലി ഉള്ള അയാളുടെ ഒരു പ്രൊഫഷൻസിയെ അയാളുടെ തന്നെ പ്രീവിയസ് ലെവൽ എന്തായിരുന്നു അല്ലെങ്കിൽ പ്രീവിയസ് പ്രൊഫഷൻസി എന്തായിരുന്നു എന്നുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന് പകരം ഇപ്പം എനിക്ക് ഒരു ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു മേഖലയിൽ എൻ്റെ കറണ്ട് പ്രൊഫഷൻ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പം എനിക്കത് എന്തുമാത്രം അറിയാം എന്നുള്ളത് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള നോളജിനെ വെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് രീതിയിൽ എൻ്റെ ഒരു പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യും. അവിടെ നോക്കും അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, പണ്ടത്തെക്കാലം ഇപ്പോൾ ബെറ്റർ ആയോ, അല്ലെങ്കിൽ പണ്ടത്തേക്കാളും കുറച്ചൊരു സ്കോറൊക്കെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ടോ. അപ്പോൾ എൻ്റെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് പെർഫോമൻസ് അത് വെച്ചിട്ട് കറണ്ട് സിറ്റുവേഷനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംവട്ട് സിമിലർ ടു ഫോർമേറ്റീവ് ഇവാലുവേഷൻ, വെറിൻ അവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്, ഒരു ലേണിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും മോട്ടിവേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന അസസ്മെൻ്റ് ആണ്. നമ്മളൊരു ക്ലാസ്സിൽ യൂഷ്വൽ കേസിൽ ഇടയ്ക്ക് ക്വിസ് നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ, യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടക്ട് ചെയ്യുമല്ലോ. അതായത് ആ ഒരു ലേണിങ്ങിൻ്റെ ടെമ്പോ അതൊന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാനായിട്ട് നമ്മൾ നടത്തില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അസസ്മെൻറ്റുകളാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരിക. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്പെസിഫിക്കലി നോക്കിയാൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഡു സ്റ്റുഡൻസ് മെഷർ ദെയർ ഓൺ പ്രോഗ്രസ് against their previous performance rather than against external criteria or peers. It's off ആണ്, it's an error. Type of assessment, do students measure their own progress against their previous performance rather than against external criteria or peers? അപ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യുകയോ ഒന്നുമല്ല, മറിച്ച് അവരുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് വെച്ചിട്ട് അവരുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് മെഷർ ചെയ്യുക. ഓഫ് കോഴ്സ് അതെന്താ ആൻസർ? That is ipsative. So the right answer is option B. അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് ലിസ്റ്റ് 1-ൽ ചില ടൂൾസ്, ICT റിലേറ്റഡ് ടൂൾസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2-ൽ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ വളരെ റീസെൻറ്റ് എക്സാമിൽ അവർ ഒത്തിരി എക്സ്പ്ലോർ ചെയ്ത് കാണുന്ന ഒരു ഏരിയ ആണ്. നമ്മളുടെ അപ്ഡേറ്റഡ് വീഡിയോ സീരീസിൽ നമ്മളത് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിന് ഈ എക്സാമിലും ജൂൺ 2024 എക്സാമിലും വലിയ മാറ്റമൊന്നുമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതൊന്ന് ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതിൽ അത്യാവശ്യം എല്ലാ ഷിഫ്റ്റുകളിലും തന്നെ ഈ ഡിജിറ്റൽ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാസ്റ്റർ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പാത്ലെറ്റ്, റൂബ്രിക്സ്, ക്വിസ്ലെറ്റ്, മെന്റിമീറ്റർ, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്രൈറ്റീരിയ ബേസ്ഡ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, കൊളാബറേറ്റീവ് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡ്, റിയൽ ടൈം ഓഡിയൻസ് റെസ്പോൺസ് ആൻഡ് പോളിംഗ്, ഇൻ്ററാക്റ്റീവ് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് സ്റ്റഡി സെറ്റ്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബേസിക്കലി പറഞ്ഞ ഈ പാറ്റ്ലെറ്റും മെന്റിമീറ്ററും ഓൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന 2 പ്രധാനപ്പെട്ട ഡിജിറ്റൽ ടൂൾസ് ആണ്. പാറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെർച്വൽ ബുള്ളറ്റിൻ ബോർഡ്. ഒരു ബുള്ളറ്റിൻ ബോർഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു വെർച്വൽ നമുക്ക് ഡിഫറെൻറ്റ് പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബുള്ളറ്റിൻ ബോർഡൊക്കെ നമ്മൾ യൂഷ്വലി ഫിസിക്കലി കാണുന്നത് പോലെ വെർച്വലി ഉള്ള ആ ഒരു ടേം മാത്രം ഓർത്താൽ മതി. പാറ്റ്ലെറ്റ് ഇസ് എ വെർച്വൽ ബുള്ളറ്റിൻ ബോർഡ് എന്നുള്ളത് ഓർത്താൽ മതി. മെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രസൻറ്റേഷൻ ബിൽഡിംഗ് ടൂളാണ്. ഓൺലൈൻ പ്രസൻറ്റേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
ഒരു ടൂളാണ്. ദാറ്റ് ടു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് മേക്ക് ഷുവർ ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതും അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ടെസ്റ്റ് രീതിയാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാനായിട്ട് ഇവർ പോൾസ് ഒക്കെ ചെയ്യും. ഡിഫറെൻറ്റ് പോൾസ് ഒക്കെ നമുക്കിപ്പോൾ വളരെ കോമൺ അല്ലേ, നമ്മളിപ്പം ഡിഫറെൻറ്റ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്നതാണ്. അപ്പോൾ പോൾസ് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ലൈവായിട്ട് ഇൻ്ററാക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ആ രണ്ട് കാര്യങ്ങൾ ആസ് സച്ച് പഠിച്ച ആളുകൾക്ക് ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻസിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പാഡ്ലെറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അഫ്കോഴ്സ് എന്താ വെർച്വൽ ബുള്ളറ്റിൻ ബോർഡ് എന്നുള്ള കോൺസെപ്റ്റ്സ് അറിയാവുന്നവർക്ക് A2 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. കൊളാബറേറ്റീവ് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. മെൻറ്റിമീറ്റർ ഇതിനകത്ത് നമുക്കിപ്പോൾ ഏറ്റവും നന്നായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഓപ്ഷൻ ഏതാ, റിയൽ ടൈം ഓഡിയൻസ് റെസ്പോൺസ് ആൻഡ് പോളിംഗ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഓരോ എക്സാമിനും അവർ പുതിയ പുതിയ ചില കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം വി ഹാവ് എ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ഡിജിറ്റൽ ടൂൾസ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. കുറഞ്ഞ പക്ഷം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ചെണ്ണെങ്കിലും പഠിക്കുക. അപ്പോൾ അതറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് വരാൻ പറ്റും. കാരണം യൂഷ്വൽ കേസിൽ ഇതൊന്ന് ക്വസ്റ്റ്യൻ വരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർ കുറേ ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് പറയും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, ഇപ്പം മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് ഫ്രം ദി ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കോമ്പിനേഷൻസ് ആണല്ലോ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ കോമ്പിനേഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ലോജിക്കലി ആൻസറിലേക്ക് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ റുബ്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി അസസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കോറിംഗ് ഗൈഡ് എന്ന് നമുക്ക് പറയാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് കോമ്പണൻസിനെ നമ്മൾ അസസ് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു അസസ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് പോലെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റുബ്രിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അസസ്മെൻറ്റ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബീനെ നിങ്ങൾക്ക് എന്തായിട്ട് അസോസിയേറ്റ് ചെയ്യാം, ഓപ്ഷൻ 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, ക്രൈറ്റീരിയ ബേസ്ഡ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. ഇനി ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വെബ് ബേസ്ഡ് ടൂളാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മെയിൻലി ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ കാർഡ്സ് ഇപ്പം യൂഷ്വലി നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കാർഡ്സ് ഉണ്ടാക്കി അത് വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ബേസ്ഡ് ടൂളാണ് ഇൻറ്ററാക്റ്റീവ് ഫ്ലാഷ് കാർഡ്സും ടെസ്റ്റും അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് ടൂൾ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടൂളാണ് ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏത് ഓപ്ഷനായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാമെന്ന് നോക്കിക്കേ. ക്വിസ്ലെറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് അറിയാവുന്ന 2 ഓപ്ഷൻസ് ഏതാ, എ അല്ലേ, പാഡ്ലെറ്റ് ബുള്ളറ്റിൻ ബോർഡാണ്. സോ 2. അപ്പോൾ A is 2 എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, D is 3. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറായി. A2 D3 വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഈ കോമ്പിനേഷനകത്തുള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഏരിയാസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മളിപ്പം അഫ്കോഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ട് അത് പഠിച്ചു പോകണം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ എക്സ്ട്രാ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ആ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് പഠിച്ചു, അതങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാം ഹോളിൽ നിങ്ങൾ പോയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ കണ്ട പോലെ 4 ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് അറിയണം അല്ലെങ്കിൽ അറിയാം എന്ന് വരണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന 1-2 ക്ലൂസ് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ ഡയറക്റ്റ്ലി തന്നെ ആൻസറിലേക്ക് വരിക. ഇനിയും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഫുള്ളി അറിയില്ലെങ്കിൽ പോലും അറിയുന്ന കാര്യങ്ങൾ വെച്ച് കുറേ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ ലോജിക്കലി നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പറയില്ല, ഊഹിച്ച് ആൻസർ ചെയ്യുക, നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറക്കി കുത്തുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ, അതൊക്കെ ലീസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ആൻസറിലേക്ക് വരേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളും ഒക്കെ ആ രീതിയിൽ നിങ്ങളാക്കുക. നമ്മൾ
ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ചോദ്യം ഉത്തരവും ചുമ്മാ പഠിച്ച് പോകാണ്ട് ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ വരാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പരീക്ഷയുടെ സമയത്ത് ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഇതൊക്കെ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് പറയുന്നു, അപ്പോൾ ഇതൊക്കെ വളരെ ഈസി പ്രോസസ്സായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു എക്സാം ഹാളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോപ്പർ പ്രാക്ടീസിൻ്റെ ഒരു നീഡ് ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, നമ്മൾ നന്നായി പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ വെച്ച് എങ്ങനെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളി അറിയില്ലെങ്കിൽ പോലും അറിയുന്ന കാര്യങ്ങൾ വെച്ച് അതിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ടുള്ള പോസിബിലിറ്റി എന്താണെന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് തന്നെ ചെയ്യണം. ഗോ ത്രൂ ഓൾ ദി 4 ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഗോ ത്രൂ ഓൾ ദി ഓപ്ഷൻസ് ദാറ്റ് ആർ ഗിവൻ ദെയർ ആൻഡ് ലേൺ അബൌട്ട് ദാറ്റ്. അപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇപ്പോൾ നാളെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ടാണ് നിങ്ങളിപ്പം ക്വിസ്ലെറ്റ് പഠിച്ചതെന്ന് വിചാരിക്കും. അപ്പോൾ മേജർ ആയിട്ടുള്ള ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിൽ നമ്മൾ പാക്ലെറ്റും മെൻറ്റിമീറ്ററും ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്, ക്വിസ്ലെറ്റിലായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ക്വിസ്ലെറ്റ് പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ചിലപ്പോൾ ക്വിസ്ലെറ്റിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കത് ആൻസറിലേക്ക് എത്താനായിട്ട് ഹെൽപ്ഫുൾ അല്ലേ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പ്ലാൻ ചെയ്യാൻ. Moving to the next question. A teacher assigns a video lecture for students to watch at home before coming to class. Next day in the class, she engages students in hands-on experimental activities. Which approach she used in this situation? അപ്പോൾ നമുക്കറിയാം ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കൈൻഡ് ഓഫ് ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം സോൾവിങ്, കൊളാബറേറ്റീവ് ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഫ്ലിപ്പ് ക്ലാസ് റൂം, പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് ലേണിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്കൊരു ബേസിക് അവയർനെസ് ആദ്യം ഉണ്ടാക്കാം. പ്രോബ്ലം സോൾവിങ് നമുക്കൊക്കെ അറിയാം അല്ലേ. ഇപ്പോൾ നമ്മളൊരു ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ലേണിങ്ങിൽ പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം സിറ്റുവേഷൻ കൊടുക്കുന്നു, എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ് ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഹയർ ഓർഡർ തിങ്കിങ് ആവശ്യമായിട്ട് വരുന്ന ഒരു ഹയർ ലെവൽ ഓഫ് ലേണിംഗ് പ്രോസസ്സാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കൊളാബറേറ്റീവ് ലേണിങ്ങിൽ കുട്ടികൾ ഗ്രൂപ്പ്സ് ആയിട്ട് ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് അവരൊന്നിച്ച് ചില ലേണിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് ലേണിംഗ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്കും അവരുടെ പേസിനും അവരുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ച് പേഴ്സണലൈസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മേ ബി നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഓപ്ഷൻ ചിലർക്കെങ്കിലും ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആയിരിക്കും. അപ്പോൾ എന്താ ഫ്ലിപ്ഡ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഫ്ലിപ്ഡ് ലേണിംഗ് എന്നുള്ളത് പറയാം. സോ ഫ്ലിപ്ഡ് ലേണിംഗ് ഈസ് എ മെത്തഡോളജി ദാറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു പ്രയോറിറ്റൈസ് ആക്റ്റീവ് ലേണിംഗ് during class time by assigning students lecture materials and presentation to be viewed at home or outside of class. അപ്പോൾ ഇതൊരു ബ്ലെൻഡ് ലേണിംഗ്, നമ്മൾ ഈ ബ്ലെൻഡഡ് ലേണിംഗ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ജനറലി ഇതിനെ എന്തുകൊണ്ടാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലിപ്പ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്? ട്രഡീഷണൽ മെത്തേഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലിപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണലി നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്ലാസ് റൂമിൽ ട്രഡീഷണലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ക്ലാസ്സിൽ വരും, ക്ലാസ്സിലിരുന്ന് അവർ കാര്യങ്ങൾ പഠിക്കും, പഠിച്ചതിന് ശേഷം മേ ബി എന്താ നമ്മൾ അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് കൊടുക്കും. ഇതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലിപ്ഡ് ലേണിംഗിൽ അല്ലെങ്കിൽ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത്. സോ ഈ ഫ്ലിപ്പ് ലേണിംഗിൽ ബേസിക്കലി ക്ലാസ് റൂമിൽ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്ക് നീഡഡ് ആണ്. എനിക്ക് അവർ വളരെ എൻഗേജ്ഡ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കണം. അതിന് ടീച്ചർ എന്ത് ചെയ്യും, ഓൾറെഡി ഇപ്പോൾ ഈ ക്ലാസ്സിൽ അവർ വരുന്ന സമയത്ത് കാര്യങ്ങൾ ആക്റ്റീവ്ലി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ, മേ ബി പറഞ്ഞതുപോലെ എന്തെങ്കിലും ലെക്ചർ മെറ്റീരിയൽസോ പ്രസൻറ്റേഷൻസോ അല്ലെങ്കിൽ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓൾറെഡി ആ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത് അവർ ആ ഒരു ലേണിംഗ് മെറ്റീരിയലിലൂടെ അല്ലെങ്കിൽ ആ പ്രസൻറ്റേഷൻ, വീഡിയോ പ്രസൻറ്റേഷൻ ഒക്കെ ആണെങ്കിൽ അതിലൂടെ പോകും. അതിനുശേഷം അവർ ക്ലാസ്സിൽ വരും. അപ്പോൾ കിട്ടുന്ന പ്രയോജനം എന്താ, ഇവരിതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വരുന്നത് കൊണ്ട് ക്ലാസ് റൂമിൽ ഇവർ വളരെ ആക്റ്റീവ്ലി ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു പോസിബിലിറ്റി ഉണ്ടാവും. അതാണ് ഈ ഫ്ലിപ്പ് ലേണിംഗിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കുണ്ടായിരുന്ന 4 ഓപ്ഷൻസും ജസ്റ്റ് ഇതിനകത്തെ പ്രോബ്ലം സോൾവിങ്, കൊളാബറേറ്റീവ് ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഒക്കെ വളരെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഫ്ലിപ്പ് ക്ലാസ് റൂം ആണ് മേ ബി നമുക്കൊരു പുതിയ ടേം ആവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. A teacher assigns a video lecture for students to watch at home before coming to class. അപ്പോൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ
അവർക്കൊരു വീഡിയോ ലെക്ചറും ടീച്ചർ കൊടുത്തു, എന്നിട്ട് അവരോടത് കണ്ടിട്ട് വരാനായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഇൻ ദ ക്ലാസ് ഷീ എൻകേജസ് സ്റ്റുഡൻസ് ഇൻ ഹാൻഡ്സ് ആൻഡ് എക്സ്പെരിമെന്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവർ ഇത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്നു, എന്നിട്ട് ക്ലാസ്സിൽ എന്താ അവരത് ചെയ്ത് പഠിക്കുകയാണ്. അവരെന്താണോ ഓൾറെഡി കണ്ടത് അത് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ അവരത് ചെയ്ത് പഠിക്കാനായിട്ട് പോവാണ്. വിച്ച് അപ്രോച്ച് ഷീ യൂസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ? സോ ഓഫ് കോഴ്സ് ഇത് എന്താണ്? That is flipped classroom or flipped learning. So the right answer is option C. Moving to the next question. The belief that one can master situation and produce positive outcomes is known as self-efficacy, self-esteem, self-actualization, self-regulation. So generally നമുക്കൊരു ടീച്ചർ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പോലുള്ള ഏരിയയിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലേണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ വളരെ കോമൺലി നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ ജനറൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ യൂഷ്വൽ കേസിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ചില ടേംസ് ആണ് സെൽഫ് എഫിക്കസി, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റെഗുലേഷൻ എന്നൊക്കെ പറയുന്നത്. സോ വളരെ ഫ്രീക്വൻ്റ്ലി ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അവർ വളരെ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ചില ടേംസ് ആണിത്. അതൊരു ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടോ ഒക്കെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദീസ് ഓപ്ഷൻസ്. ഈ പറയുന്ന കോൺസെപ്റ്റ്സ് എന്താണെന്നൊരു ബേസിക് അവയർനെസ് ഉള്ളത് നന്നായിരിക്കും. ബിക്കോസ് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂസ് ചെയ്ത് കാണുന്ന ചില ടേംസ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ ടേംസ് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് നമുക്കിതിലേക്ക് തിരിച്ചു വരാം. സെൽഫ് എഫിക്കസി ആണ് നമ്മൾ കണ്ട ആദ്യത്തെ ഓപ്ഷൻ. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പേഴ്സൺസ് ബിലീവ്സ് ഇൻ ദെയർ എബിലിറ്റി to complete a task or achieve a goal. It encompasses their confidence in themselves to control their behavior, exert an influence over their environment and stay motivated in the pursuit of their goal. അപ്പോൾ ഈ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഒരാളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എബിലിറ്റിനെ കുറിച്ചുള്ള ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഒരാൾക്ക് അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് എനിക്ക് ചെയ്യാൻ സാധിക്കും, ഐ എം ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ആ ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസം, അതിനെയാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. സോ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, എനിക്ക് ആ ഒരു സിറ്റുവേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എൻ്റെ എൻവയൺമെൻറ്റിനെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എൻ്റെ ബിഹേവിയർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഞാനൊരു പ്രത്യേക ഗോളിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഗോൾ എനിക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പേഴ്സൺസ് ബിലീവ്സ് ഇൻ ദർ എബിലിറ്റി ടു കംപ്ലീറ്റ് എ ടാസ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽഫ് എസ്റ്റീം എന്താണ്? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യുവർ സബ്ജക്റ്റീവ് സെൻസ് ഓഫ് ഓവറോൾ പേഴ്സണൽ വെൽത്ത് വാല്യൂ. ഞാൻ വളരെ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആസ് എ പേഴ്സൺ എൻ്റെ വാല്യൂ അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു വില, ഒരു മതിപ്പുണ്ടാവുക, അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുക. അപ്പോൾ പലപ്പോഴും ഈ സെൽഫ് എഫിക്കസിയും സെൽഫ് എസ്റ്റീമും പലപ്പോഴും നമുക്കിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും തോന്നാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈവൻ ഇൻ ദി ക്യാൻസൽഡ് എക്സാം ജൂൺ 2024 ക്യാൻസൽഡ് എക്സാമിൽ ഒരു ഷിഫ്റ്റിലും ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഈ സെൽഫ് എഫിക്കസി സെൽഫ് എസ്റ്റീം ഒക്കെ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ഒരു പോസിബിലിറ്റി എന്താ? ഇറ്റ് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ എബിലിറ്റി ടു സക്സീഡ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു പെർട്ടിക്കുലർ ടാസ്ക് അത് സക്സീഡ് ചെയ്യാൻ നിങ്ങളുടെ എബിലിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു നിങ്ങളുടെ ഒരു ബിലീഫ് ഉണ്ടല്ലോ, ഐ ക്യാൻ സക്സീഡ് ദിസ് സിറ്റുവേഷൻ ഓർ ഐ ക്യാൻ ജസ്റ്റ് മാസ്റ്റർ ദിസ് ടാസ്ക് എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. പക്ഷേ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ വെർത്ത് അല്ലെങ്കിൽ നമ്മുടെ വിലയെക്കുറിച്ച് നമുക്ക് തന്നെ റെസ്പെക്റ്റ് ഉണ്ടാവുക, നമ്മളുടെ ആ ഒരു ആസ് എ പേഴ്സൺ നമുക്ക് നമ്മളോട് തന്നെ ഒരു വില ഉണ്ടാവുക, അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് എഫിക്കസി ഈസ് സംതിങ് അസോസിയേറ്റഡ് വിത്ത് യുവർ എബിലിറ്റി ടു ഡു എ ടാസ്ക്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയിലൊക്കെയുള്ള നിങ്ങളുടെ ബിലീഫാണ് സെൽഫ് എഫിക്കസി. സെൽഫ് എസ്റ്റീം ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഒരു വാല്യൂ വേർത്ത്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ആക്ച്വലൈസേഷൻ നിങ്ങൾ മാത്സിലൂടെ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയറാർക്കി ഓഫ് നീഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ മോട്ടിവേഷൻ, നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മോട്ടിവേഷനിൽ ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പെർസ്യൂട്ട് ആയിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷനെ കാണുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യൽ, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള എൻ്റെ റിയലൈസേഷനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും നമ്മൾ പറയില്ലേ ചില ആളുകളോട്, നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല,
നിങ്ങൾക്ക് ഇതിലും സാധിക്കും, നിങ്ങൾക്കായാലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ല എന്നൊക്കെ നമ്മൾ ചില ആളുകളോട് പറയും. സോ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ, എൻ്റെ കപ്പാസിറ്റിയുടെ, എൻ്റെ കഴിവിൻ്റെ മാക്സിമം അല്ലെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമത്തെക്കുറിച്ചുള്ള എൻ്റെ തിരിച്ചറിവ്, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ എന്താ? അപ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് യുവർ ഓൺ ബിഹേവിയർ ആൻഡ് റിയാക്ഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഹേവിയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യണം, ഇതിലൊക്കെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് യുവർ ബിഹേവിയർ ആൻഡ് റിയാക്ഷൻസ്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ എന്താണ്, ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ റിയാക്ഷൻസിനെയും നമ്മളുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യുകയും ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റീനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആസ് എ പേഴ്സൺ സൈക്കോളജിക്കലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ഒരു ടീച്ചർ ആസ് എ കരിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആസ് എ പ്രൊഫഷണൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ലേണറിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ടീച്ചർ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻസ് വളരെ ജനറൽ സെൻസിൽ വരും, പക്ഷേ ഈ ടേംസ് ഒക്കെ എന്താണെന്ന്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ, ദ ബിലീവ് ദാറ്റ് വൺ ക്യാൻ മാസ്റ്റർ എ സിറ്റുവേഷൻ ആൻഡ് പ്രൊഡ്യൂസ് പോസിറ്റീവ് ഔട്ട്കംസ് ഇസ് നോൺ ആസ് സെൽഫ് എഫിക്കസി, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റെഗുലേഷൻ. 4 ഓപ്ഷൻസും നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരാൾക്ക് ഒരു സിറ്റുവേഷനിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ മാസ്റ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റും. ആൻഡ് ഓൾസോ അങ്ങനെ അതിനകത്ത് മാസ്റ്റർ ചെയ്ത് ആ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരാളുടെ ബിലീഫിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് ബേസിക്കലി their belief of their ability of handling a situation. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടാസ്ക് നന്നായി ചെയ്യുക, ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ബിലീവ് എനിക്ക് ഉണ്ടാവുക. ഇതൊക്കെ എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? സെൽഫ് എഫിക്കസി റിലേറ്റഡ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ അങ്ങനെ നമ്മൾ ഈ ഒരു സീരീസ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ഒരു ട്രെൻഡ് എന്താ, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആസ് എ മൊഡ്യൂൾ നമ്മൾ പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടീച്ചിങ് ലേണിംഗ് റിലേറ്റഡ് ആയ തിയറീസ്, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈവൻ ഇഫ് അത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചില ടേംസ്, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങൾ എന്താണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അഫ്കോഴ്സ് യു നീഡ് ടു ഗോ ത്രൂ ദി ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്, അല്ലെങ്കിൽ മേജർലി കോർ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾക്ക് മാരത്തൺ വീഡിയോയും അപ്ഡേറ്റഡ് സീരീസും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് മേജർ കോൺസെപ്റ്റ്സ് പഠിക്കാം. അതോടൊപ്പം തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രാക്ടീസിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കേട്ടോ, നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കൊരു റീസെൻറ്റ് ട്രെൻഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ആൻസർ ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പം ഇൻ ദി അപ്കമിങ് വീഡിയോസ് ഓൾസോ വിൽ ബി എക്സ്പ്ലോറിങ് ന്യൂ മൊഡ്യൂൾസ്. പുതിയ മൊഡ്യൂളുകൾ നമ്മൾ നോക്കും. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എടുത്തുള്ള അനാലിസിസ് ആയിരിക്കും മേജർലി നമ്മൾ അതിനകത്ത് ചെയ്യുക. സോ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ ഈ സീരീസുകൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കോമൻസിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസുകൾ പ്രയോജനമാണ് എന്ന് അറിയുന്നതിൽ സന്തോഷം. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ പ്രോപ്പർ റിസോഴ്സസ് ആക്സസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആപ്പിൾബി അക്കാഡമിയുടെ കോഴ്സസ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. വി ആർ പ്രൊവൈഡിങ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് ഫോർ പേപ്പർ 1 ആൻഡ് ഓൾസോ വി ആർ പ്രൊവൈഡിങ് ഫോർ അതർ സബ്ജക്ട്സ് ഇസ് വെൽ. നിങ്ങൾക്ക് താഴെ കാണാം ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ആപ്പിൾബി ടീമിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് കോഴ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു മൊഡ്യൂളായിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. Till then, thank you and happy learning.